എംപിയുടെ അഭാവം ശ്രദ്ധിച്ചിരുന്നു ഇന്നലെ യാത്രയിൽ? കണ്ണൂർ എംപിയുടെ അദ്ദേഹത്തിന് വേറെ പേഴ്സണൽ കാര്യങ്ങളുകൊണ്ട് പോയതില്ല. അദ്ദേഹം ഞാൻ കാസർഗോഡ് നിങ്ങൾ എല്ലാത്തിനും ഇങ്ങനെ പോവാതെ എന്തോ ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. കോൺഗ്രസ് പാർട്ടി ആയതുകൊണ്ട് ഒന്നും പറയാം കടക്ക് പുറത്തൊന്നും പറയില്ല എന്നുള്ളതുകൊണ്ടാണോ? അങ്ങനെയാണോ? അദ്ദേഹം നിങ്ങൾ വല്ലതും പറഞ്ഞോ? അദ്ദേഹം പറഞ്ഞോ? അദ്ദേഹത്തിന് ഒരു പരാതിയില്ല. നിങ്ങൾ അദ്ദേഹത്തിനുള്ള പരാതി ഉണ്ട് എന്നൊക്കെ നിങ്ങൾ ചിത്രീകരിക്കുന്നത് എന്ത് കാര്യമാണ്? ഇപ്പൊ ലൈനപ്പിലാണല്ലോ. ലൈനപ്പ് എവിടെ ഡിലേ ആയിട്ടുള്ളത്? ഓരോ ദിവസം കഴിയുന്നവരും പുതിയ പുതിയ കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അതനുസരിച്ച് കാര്യങ്ങൾ നടക്കും. കൃത്യമായ ഷെഡ്യൂൾ ഉണ്ട്. ആ ഷെഡ്യൂൾ അനുസരിച്ച് കാര്യങ്ങൾ നടക്കും. ഓക്കെ, ഇല്ല. ബയലാറ്ററൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചർച്ചകൾ നടക്കുമ്പം ഒരു ദിവസം കൊണ്ടെല്ലാം തീരില്ല. ചർച്ചകളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും. അതൊക്കെ സ്മൂത്തായിട്ട് തീരും. എപ്പോഴേ? ഫെബ്രുവരി ലാസ്റ്റ് തുടങ്ങിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അയ്യോ, ഏറ്റവും ആദ്യം പ്രഖ്യാപനം കോൺഗ്രസിന്റെ തന്നെ പ്രതീക്ഷിക്കാവോ? അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇപ്പൊ. അല്ല, അപ്പൊ ഞങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. ഈ തീയതിയൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നിങ്ങളാരും ചർച്ച ചെയ്യാത്തൊരു കാര്യമാണ് ഇന്ത്യ അമേരിക്ക കരാർ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങളടക്കം വൻപിച്ച ഭീഷണി നേരിടാൻ വേണ്ടി പോവാണ്. ഇന്നിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ പൂർണ്ണമായിട്ട് ആർക്കും അറിയില്ല ഇപ്പോഴും. പക്ഷേ കുറേ ആ കാര്യങ്ങൾ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ സമ്പദ് വ്യവസ്ഥ തകർക്കപ്പെടുന്ന കാര്യങ്ങളാണ് ആ കരാറിലുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജ്യത്തെ തന്നെ ഇരുട്ടിൽ നിർത്തിയിട്ടുള്ള ഒരു കരാറാണ്. അമേരിക്കൻ പ്രസിഡന്റാണ് പ്രഖ്യാപിക്കുന്നത് അമേരിക്കയിലെ കാർഷികോൽപ്പന്നങ്ങൾക്ക് വൻപിച്ച നേട്ടമുണ്ടാകാൻ വേണ്ടി പോകുന്ന കരാറാണ് ഇന്ത്യയും ഒപ്പിട്ടത്. എന്ന് പറഞ്ഞാൽ കാർഷികോൽപ്പന്നങ്ങൾ, പഴം, പച്ചക്കറികൾ ഇതെല്ലാം ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാണ് സീറോ ടാക്സിൽ എന്നാണ് കേൾക്കുന്ന കേൾവി. പാർലമെൻറ്റിനെ പോലും ഇരുട്ട് നിർത്തിയിരിക്കുകയാണ്. പാർലമെൻറ്റിൽ ചർച്ച ചെയ്യേണ്ട ഈ കാര്യങ്ങൾ ഇന്ത്യക്കയിലെ ജനങ്ങളോട് ചർച്ച ചെയ്യണ്ടേ? എല്ലാ കാലത്തും വാണിജ്യ കരാറുകൾ എന്ന് പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വാണിജ്യ കരാർ എന്ന് പറഞ്ഞാൽ സെക്രട്ടറിമാർ പോവും. വാണിജ്യ സെക്രട്ടറി ആയാലും വിദേശകാര്യ സെക്രട്ടറിമാരും നേരത്തെ പോവും. അവർ ഗൃഹപാഠം നടത്തി മാസങ്ങളെടുത്ത് കരാറിന് വേണ്ടിയുള്ള ചർച്ചകൾ തയ്യാറാക്കും. അവസാനം മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ ആ കരാർ ഒപ്പിടും. ഇതാണ് കാണാൻ. അല്ലെ ഉദ്യോഗസ്ഥന്മാർ കരാർ ഒപ്പിടും. ഇതൊരു ദിവസം രാത്രി നമ്മുടെ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റിനെ വിളിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു ഇതാണ് കരാർ. പ്രധാനമന്ത്രി സമ്മതിച്ചു പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ട്വീറ്റ് ചെയ്യുന്നു റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയാണ് തീരുമാനിക്കേണ്ടത് ഇന്ത്യ എവിടുന്ന് ഓയിൽ വാങ്ങണമെന്ന്. അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ടാക്സ് 0 പാടുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റ് നന്ദി പറയുന്നതായിട്ടാണ് കാണുന്നത്. ഇതിപ്പോൾ ഇന്ന് കരാറിൻ്റെ കുറേ വിശദാംശങ്ങളും വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ പോലും ഗുരുതരമായി ബാധിക്കുന്ന, കാർഷിക മേഖലയെ ഗുരുതരമായി ബാധിക്കുന്ന, കൃഷിക്കാരെ ബാധിക്കുന്ന ഗൗരവതരമായ കാര്യങ്ങളുള്ള കരാറാണ് ഇത്. ജനങ്ങളെ അറിയിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും അറിയിപ്പിക്കാൻ തയ്യാറ്. ആരെ സഹായിക്കാനാണ് ഇവർ ചെയ്യുന്നത്? ട്രംപിൻ്റെ മുന്നിൽ കവാത്ത് മറക്കുന്ന ഒരു പ്രധാനമന്ത്രിയായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മാറുകയാണ്. ഈ നാടിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരക്ഷരം മുന്നോട്ട് വരുന്നില്ല. അപ്പോൾ ഇതിന് ശക്തമായിട്ട് ഞങ്ങൾ എതിർക്കുകയാണ്, ചെറുത്തു തോൽപ്പിക്കുകയാണ്. പാർലമെൻറ്റ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബജറ്റ് സമ്മേളനം നാളെ ആരംഭിക്കേണ്ടതാണ്. എന്തായാലും ഇത് ജനങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളാണ്. സർക്കാർ ജനങ്ങളിൽ നിന്നും ഇത് ഒളിച്ചു വെക്കുന്നതിൻ്റെ അർത്ഥം ഞങ്ങൾക്കാർക്കും മനസ്സിലാവില്ല.